RSI, സ്റ്റൊക്കാസ്റ്റിക്, മാഗ്ഡി, ബോളിഞ്ചർ ബാൻഡ്, സൂപ്പർ ട്രെൻഡ് ഇതുപോലെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഇൻഡിക്കേഷൻ നൽകുന്നത് ആക്ച്വലി പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസിന് ശേഷം മാത്രമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പഠിക്കേണ്ടത്? പ്രൈസിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ് അല്ലേ? യെസ്, അതിനെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രൈസ് ആക്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇതുവരെയുള്ള ഫിനാൻഷ്യൽ കോണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ വളരെ ബിഗിനർ ലെവലിലുള്ള ഒരു വീഡിയോ ആണ്. ഏതൊരാൾക്കും പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ ലളിതമായ രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രൈസിലുണ്ടാകുന്ന മൂവ്മെന്റ് അതിനുശേഷം നൽകുന്ന ഇൻഡിക്കേഷൻ നൽകുന്ന ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സിന്റെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു ഇൻഡിക്കേറ്റേഴ്സിന് യാതൊരു പ്രാധാന്യം ഇല്ല എന്നല്ല, അത് ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസിന് ശേഷം നൽകുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആയതുകൊണ്ട് അതിനെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ്. അപ്പോൾ ഈ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാം ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പ്രൈസ് ആക്ഷനെ കുറിച്ചാണ്. പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രൈസിനെ നമ്മൾ ആദ്യം തന്നെ പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോയുടെ സഹായത്തോടു കൂടിയിട്ട് ഞാനത് വരച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും അവസാനം വരെയും കാണുക. ഇതൊരു പഠനാവശ്യത്തിന് വേണ്ടി മാത്രം എടുക്കാനും ശ്രമിക്കുക. നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നേരെ ഒരു ചാർട്ടിലേക്ക് വരാണ്. ആദ്യമായിട്ട് ഇതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ഇത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ചാർട്ട്, അതിൽ തന്നെ ഇതിനെയാണ് നമ്മൾ ചാർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ ഒരു ചാർട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ. അപ്പോൾ ആദ്യം നമ്മൾ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കൂടാതെ തന്നെ ക്യാൻഡിലിൻ്റെ ഒരു ബേസിക് ഫോർമേഷൻ മനസ്സിലാക്കാം. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രൈസ് ആക്ഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഒരു അപ്പ് ട്രെൻഡ് പോകുന്നു, അതുപോലെ തന്നെ നേരെ ഡൗൺ ട്രെൻഡ് പോകുന്നു. അപ്പോൾ ട്രെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഒരു മൂവ്മെൻറ്റ്, ഒരു സ്ഥിരമായിട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതൊരു അപ്പ് മൂവ്മെൻറ്റ്, ഇതൊരു ഡൗൺ മൂവ്മെൻറ്റ് അല്ലേ. അപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമെന്നും അതുപോലെ തന്നെ പ്രൈസ് ഇവിടെ നിന്ന് താഴേക്ക് വരുമെന്നും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ക്യാൻഡിലുകളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ക്യാൻഡിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബേസിക് ക്യാൻഡിലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബേസിക് ക്യാൻഡിലിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് ഇവിടെ 4 പോയിന്റുകൾ കാണാം. ഇതൊരു ബുള്ളിഷ് ആയ ഒരു ക്യാൻഡിലാണ്, ബുള്ളിഷ് ആയ ക്യാൻഡിൽ. അപ്പോൾ ക്യാൻഡിലിൻ്റെ ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഓപ്പണായി. ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ക്യാൻഡിലാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, ഒരു 5 മിനിറ്റ് ക്യാൻഡിലാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഒരു 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, 9:15 മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം പ്രൈസ് പതിയെ ഒന്ന് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു. പെട്ടെന്നൊരു താഴേക്ക് വന്നൊരു ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ വീണ്ടും തിരിച്ച് കയറി വീണ്ടും മുകളിലേക്ക് പോയി. വലിയ രീതിയിൽ ഹൈ എത്തിയപ്പോൾ വീണ്ടും പ്രൈസ് താഴേക്ക് വന്നു. അതിനുശേഷം ഇവിടെ സെറ്റിലായി. അപ്പോൾ ഒരു ക്യാൻഡിലിനെ സംബന്ധിച്ച് ഒരു ക്യാൻഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരം കഥകൾ കാണാൻ സാധിക്കും. എന്ത് കഥകളാണ് കാണാൻ സാധിക്കുന്നത്? ആ ഒരു 5 മിനിറ്റിൻ്റെ 1-ാം മിനിറ്റിൽ ഓപ്പൺ ചെയ്ത പ്രൈസ്, അതിനുശേഷം ആ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഇതിൻ്റെ പ്രൈസ് നോക്കി കാണുന്നതെങ്കിൽ 5 മിനിറ്റാണ് നമ്മൾ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ഓരോ ക്യാൻഡിൽ ഇങ്ങനെ വരുമെങ്കിൽ അതിലൊരു സിംഗിൾ ക്യാൻഡിലാണ് ഇവ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ 5 മിനിറ്റ് ഓപ്പൺ ചെയ്തു, ആദ്യത്തെ 5 മിനിറ്റ് ക്ലോക്കിൽ വന്ന അതേ സമയത്ത് ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഉണ്ടാക്കിയ ലോ, അതിനുശേഷം ഉണ്ടാക്കിയ ഒരു 5 മിനിറ്റ് ഉണ്ടാക്കിയ ഹൈ, പിന്നെ 5 മിനിറ്റിൻ്റെ ഓപ്പൺ, ഇത് ക്ലോസ്. അപ്പോൾ ഇത്രയും 4 പ്രൈസുകൾ ഇവിടെ ഉണ്ടാവും ഒരു ബുള്ളിഷ് ക്യാൻഡിലിന്. ഇങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് ഒരു ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം പതിയെ മുകളിലേക്ക് പോയി, പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ബോഡി മുകളിലേക്ക് പോയി, ഇങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് നടത്തി, ഇങ്ങനെയും ക്യാൻഡിലുകൾ വരാം. അപ്പോൾ അതായത് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൈസ് താഴെ പോയിട്ടുമില്ല, ക്ലോസ് ചെയ്ത പ്രൈസ് തന്നെയാണ് ഇതിൻ്റെ ഹൈ പ്രൈസ്. ഇതിപ്പോൾ ഹൈ ഇവിടെയാണല്ലോ, ക്ലോസ് ചെയ്തത് ഇവിടെ. അപ്പോൾ ഇതെന്തായി? ക്ലോസും ഹൈയും ഒന്നാണ്, ഓപ്പണും ലോയും ഒന്നാണ്. ഇങ്ങനെ വരാം. അപ്പോൾ ഇതും ഇങ്ങനെ ഒരു ക്യാൻഡിൽ വരാം. അതല്ലെങ്കിൽ ഈ രീതിയിൽ വരാം. പ്രൈസ് ഓപ്പൺ ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു,
അതിനുശേഷം തിരിച്ച് കയറിയതിന് ശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയും ക്യാൻഡിൽ വരാം. അപ്പോൾ ഇവിടെ താഴെ മാത്രം ഒരു ലൈനാണ് ഉള്ളത്. ഇതിനെ വിൽക്കുന്ന നമ്മൾ പറയുന്നത് ലോവർ വിക്ക്. അപ്പോൾ ലോവർ വിക്കായിട്ടും വരാം, അതല്ലെങ്കിൽ അപ്പർ വിക്കായിട്ടും വരാം. അപ്പർ വിക്ക് ഇതായിട്ടും വരാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോയി, അതിന് ശക്തമായിട്ട് മുകളിലേക്ക് പോയിരുന്നു. മുകളിലേക്ക് പോയതിനു ശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഹൈ ഉണ്ട്, ഇതൊരു ക്ലോസ് ആണ്, ഇത് ഒരു ഓപ്പൺ ആണ്. ഓപ്പൺ, ക്ലോസ്, ഹൈ, ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഓപ്പൺ തന്നെയാണ് ഇതിൻ്റെ ലോ, അല്ലാതെ ഇവിടെ താഴേക്കൊരു ഇത് പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ക്യാൻഡിലുകളുടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ്. ഇവിടെ പ്രൈസ് താഴേക്ക് പോയതിനു ശേഷം ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായിട്ടാണ് തിരികെ കയറിയത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രൈസ് ഇവിടെ മുകളിൽ എത്തിയതിന് ശേഷം ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടാണ് താഴേക്ക് പോയതെന്ന് മനസ്സിലാക്കാം. ഇതാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഒരു അവസ്ഥ. ആ ബെയറിഷ് ക്യാൻഡിൽ എങ്ങനെയായിരിക്കാം? നേരെ ഓപ്പോസിറ്റ്. ഇവിടെയാണ് ഓപ്പൺ, അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, സസ്റ്റെയിൻ ചെയ്തില്ല, സെല്ലിംഗ് പ്രഷർ കൂടുതലായിരുന്നു, താഴേക്ക് വന്നു, ശക്തമായിട്ട് താഴേക്ക് പതിച്ചു. അതിനുശേഷം ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് കുറച്ചൊന്ന് മുകളിലേക്ക് കയറി. എങ്ങനെ കയറി? ബൈയിങ് പ്രഷറായിട്ട് കയറി. അപ്പോൾ ഇങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. ഇതും നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ഇങ്ങനെയും വരാം. അതിപ്പോൾ എങ്ങനെയായിരിക്കും? ഇവിടെ ഓപ്പൺ, ഇവിടെ ക്ലോസ്, ഓപ്പൺ തന്നെ ഹൈ, ക്ലോസ് തന്നെ ലോ, ഇങ്ങനെയും വരാം. അതല്ലെങ്കിൽ ഇടയ്ക്കൊരു മുകളിലേക്ക് പോകാനും ശ്രമിച്ചേക്കാം. അതല്ലെങ്കിലോ ശക്തമായിട്ട് താഴേക്ക് വന്നിട്ട് തിരികെ തിരിച്ച് കയറ്റം ഉണ്ടാവാം. ഇത് ഒരു രണ്ട് വിക്ക് വേണമെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെയും വരാം. അപ്പോൾ ഇതെന്താ അർത്ഥമാക്കേണ്ടത്? ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ നമ്മൾ എന്താ അർത്ഥമാക്കേണ്ടത്? നല്ല ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു, മാർക്കറ്റ് ബൈയിങ് കാരണം കൊണ്ട് തിരികെ കയറി. ഇങ്ങനെയാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ഇതിന് നമ്മളൊരു പേരിട്ട് വിളിക്കും. ഇതിന് നമ്മളൊരു ചിറ്റികയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് ഹാമർ എന്ന് പറഞ്ഞ ഒരു ക്യാൻഡിലാണിത്. അപ്പോൾ ഇതിന് എന്താ ആക്ച്വലി അർത്ഥം? എന്തുകൊണ്ടൊരു ഹാമർ ക്യാൻഡിൽ എന്ന് പറയാൻ കാരണം പ്രൈസ് താഴെ പോയിരുന്നു, തിരികെ കയറി. എങ്ങനെ തിരികെ കയറി? ബൈയിങ് പ്രഷർ കാരണം. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ക്യാൻഡിലിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ക്യാൻഡിലിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ SMC കൺസെപ്റ്റ്. ഇപ്പോൾ SMC കൺസെപ്റ്റ് വെച്ചാണ് മാർക്കറ്റ് ഒരു പരിധിവരെ മുകളിലേക്കും താഴേക്കും പോകുന്നത്. അപ്പോൾ ഈ SMC കൺസെപ്റ്റിൻ്റെ പ്രധാനമായിട്ടും ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഒരു 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 മാർക്കറ്റ് മുകളിലേക്ക് പോയതിന് ശേഷം ഒന്ന് താഴേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി, അതിനുശേഷം ഒന്ന് താഴേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി, അതിനുശേഷം ഒന്ന് താഴേക്ക് വന്നു. ഇവിടെ നമ്മൾ മാർക്കറ്റ്, ഇതിനാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് ഒരു ലോ, ഇതാണ് അടുത്ത ലോ, ഇതാണ് അടുത്ത ലോ, ഇതാണ് അടുത്ത ലോ, ഇതാണൊരു ഹൈ, ഇതാണ് അടുത്തൊരു ഹൈ, ഇതാണ് അതിനുശേഷമുള്ള ഹൈ. അപ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം അടുത്ത ഹൈ. ഈ ഹൈന് മുകളിലുള്ളൊരു ഹൈ ആണല്ലോ ഇവിടെ. അതായത് ഇവിടെ ഒരു 100 രൂപ ആണെന്ന് വിചാരിക്കുക. 100 രൂപ. ഇവിടെ ഒരു 95 ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഇവിടെ ഒരു 120 പോയി, അതിനുശേഷം ഇവിടെ ഒരു 105 പിന്നെ ഒരു 130 അതിനുശേഷം ഒരു 125 എന്ന് നമ്മളിങ്ങനെ ന്യൂമറിക് വാല്യൂവിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്താ സാധിക്കുന്നത്? ഹൈ നമ്മൾ വാല്യൂ എടുക്കുകയാണെങ്കിൽ 100, 120, 130. ഹൈ ഉയർന്ന പോകുന്നത്. ലോയോ 95, 105, 125. ലോയും ഉയർന്ന പോകുന്നത്. ഇതിനാണ് നമ്മൾ ഹയർ ഹൈസ് എന്നും ഹയർ ലോസ് എന്നും വിളിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റ് പ്രകാരം ഈ ആദ്യം ക്രിയേറ്റ് ചെയ്തൊരു ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്ത ഇതാണല്ലോ ഇതിൻ്റെ ഒരു ഹൈയുടെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അതുപോലെ തന്നെ ഇവിടെയോ ഇതാണ് അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ നമ്മളൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഒരു അപ്പ് ട്രെൻഡ് ആണെങ്കിൽ നമ്മൾ ഈ ട്രെൻഡ് കണ്ടിന്യൂസ് ട്രേഡ് നടത്താറുണ്ട്. എന്താണ് ട്രെൻഡ് കണ്ടിന്യൂസ് ട്രേഡ്?
അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂസ് ട്രേഡിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്? നമ്മൾ ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോയതിന് ശേഷം ഈ ഒരു ചെറിയ ഒരു ഒരു ഫോള് കണ്ട് വീണ്ടും മുകളിലേക്ക് പോയി ഈ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെയാണ് നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ട്രെൻഡ് കണ്ടിന്യൂസ് ട്രേഡ് മാത്രമാണ് നമ്മൾ അപ്പ് സൈഡിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്കൊരു മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥ, മാർക്കറ്റ് ഒന്ന് ഫോളായി, അതിനുശേഷം ഒന്ന് റീട്രേസ്മെൻറ്റിന് വേണ്ടി ശ്രമിച്ചു, വീണ്ടും ഫോളായി, വീണ്ടും ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി ശ്രമിച്ചു, വീണ്ടും ഫോളായി, വീണ്ടും അടുത്ത റീട്രേസ്മെൻറ്റിന് വേണ്ടി ശ്രമിച്ചു, വീണ്ടും ഫോളായി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു ലോ, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, വീണ്ടും മാർക്കറ്റ് ഇടിഞ്ഞു, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ, ഒരു ലോ, ഒരു ഹൈ, ഇപ്പം നേരത്തെ ഓപ്പോസിറ്റ് അല്ലേ, ലോവർ ഹൈസും ലോവർ ലോസും. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ നമ്മൾ ചാടി കയറി ഷോർട്ട് ചെയ്യാല ചെയ്യേണ്ടത്. ഒരു മാർക്കറ്റ് ഫോള് ചെയ്ത് പിന്നീട് ഒരു അപ്പ് സൈഡിന് വേണ്ടി ശ്രമിച്ചതിന് ശേഷം പ്രീവിയസ് ലോനെ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റ് ഇവിടെയാണ് നമ്മൾ ഷോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് മെത്തേഡാണ് നമ്മൾ ട്രെൻഡ് കണ്ടിന്യൂസ് ട്രേഡ് എന്ന് പറയുന്നത്. വീണ്ടും നമുക്കുള്ളൊരു ട്രേഡ് ഉള്ളത് ട്രെൻഡിന് എഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഈ ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റ് പ്രകാരം ട്രെൻഡ് കണ്ടിന്യൂസ് ട്രേഡ് ആണെങ്കിൽ ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രേഡാണ്. ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രേഡ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ശക്തമായിട്ട് ഫോളോ ചെയ്ത് പോകാണ്. ഈ ഫോളോ ചെയ്ത് പോയതിന് ശേഷം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇതുപോലെയുള്ള ഈ ഒരു ഹാമറിൻ്റെ ഷേപ്പ് ഒരു ക്യാനിൽ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്? മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ്, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് താഴേക്ക് പതിയെ വീണുകൊണ്ടിരുന്നതിന് ശേഷം മാർക്കറ്റ് ഫോളോ ചെയ്തു. ഇങ്ങനൊരു ക്യാനിൽ വരാൻ കാരണം എന്തായിരിക്കാം? ഇവിടെ നല്ലൊരു ബൈയിങ് പ്രഷർ ഉണ്ടായിട്ടാണ് മാർക്കറ്റ് തിരികെ കയറാനായിട്ട് കാരണമുണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് മേജറായിട്ട് ഇതിൻ്റെ ഒരു അക്യുമുലേഷൻ ഏരിയ ആയിരിക്കും. അക്യുമുലേഷൻ ഏരിയ എന്ന് പറയും, അതല്ലെങ്കിൽ നമ്മളുടെ ഡിമാൻഡ് സോൺ എന്ന് പറയും. അക്യുമുലേഷൻ ഏരിയ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ, ഇവിടെ വെച്ച് നമ്മളൊരു ട്രേഡ്, ഒരു ബൈ എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു ട്രേഡാണ് ട്രെൻഡിന് എഗെയിൻസ്റ്റ് പോകുന്ന ഒരു ട്രേഡ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? ഒരു ബെയറിഷ് ആയിരുന്നു, നമ്മളുടെ സിനാരി ബെയറിഷായ ഒരു അവസ്ഥയ്ക്ക് ശേഷം ഇതുപോലെയുള്ളൊരു ക്യാൻഡിൽ ഫോം ആവുകയും ഇതൊരു മേജറായിട്ടുള്ള ഒരു ബൈയിങ് സോൺ അല്ലെങ്കിൽ ഒരു അക്യുമുലേഷൻ സോൺ, ഒരു ഡിമാൻഡ് സോൺ ആണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മൾ മാർക്കറ്റ് ഷോർട്ട് ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണ്? മാർക്കറ്റ് മന്ദം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ളൊരു ക്യാൻഡിൽ, ഹാമറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു ക്യാൻഡിൽ വരികയാണെങ്കിൽ നമ്മൾ എന്താ അർത്ഥമാക്കേണ്ടത്? പ്രൈസ്, ഇതൊരു ട്രെൻഡായിരുന്നല്ലോ, എന്നാൽ പ്രൈസ് മുകളിലേക്ക് പോയി ഈ ഹയർ ലെവലിൽ വെച്ച് പ്രൈസ് സസ്റ്റെയിൻ ചെയ്തില്ല, താഴേക്ക് ഒരു സെല്ലിംഗ് പ്രഷർ വന്നു. ഇതിൻ്റെ ആക്ച്വലി ഏത് ലെവലായിരിക്കണം? ഇങ്ങനൊരു ക്യാൻഡിൽ വരികയും ഇതിൻ്റെ ഒരു സപ്ലൈ സോൺ ആയിരിക്കുകയും വേണം. എന്ത് സോൺ ആയിരിക്കണം? സപ്ലൈ സോൺ, അതല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സോൺ. സപ്ലൈ സോണും ഡിസ്ട്രിബ്യൂഷൻ സോൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് എൻട്രി പരിഗണിക്കാം. ഈ രണ്ട് സാഹചര്യത്തിലും വിത്ത് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വേണം. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോണുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു ഗോൾഡിൻ്റെ ഒരു സ്പോട്ട് ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു 30 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഓൾ ടൈം ഹൈ ആണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്രൂഡ് എടുക്കാം. ഓക്കെ, ക്രൂഡ് എടുത്തു. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോണുകൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഇവിടെ ഒരു ട്രെൻഡായിരുന്നു, ഒരു ഡൗൺ ട്രെൻഡായിരുന്നു അല്ലേ? ഇവിടെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡായിരുന്നു. ഡൗൺ ട്രെൻഡിന് ശേഷം ഇവിടെ വെച്ചാണ് ഇതിനൊരു തിരികെ പോയത്. അപ്പോൾ തിരികെ പോയ ഈ ഒരു ലെവല് എന്തുകൊണ്ടാണ് ഈ ലെവലിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രൈസ് പ്ലോട്ട് ചെയ്തു. ഇതിന് മുമ്പ് എൻ്റെ പല
പ്രൈസുകൾ ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു സിംഗിൾ പ്രൈസ് മാത്രമാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ മറ്റൊക്കെ ഡിലീറ്റ് ചെയ്തു. എൻ്റെ കയ്യിലിപ്പോൾ ഒരു സിംഗിൾ പ്രൈസ് ഇവിടെ നിന്നൊരു താഴെ ഉണ്ടാകും, ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത ഈ ഒരു പ്രൈസ് മാത്രമാണ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇത് ഒരു തിരിച്ച് കയറണമെങ്കിൽ ഇതൊരു ഡിമാൻഡ് സോൺ ആവണ്ടേ, ഇതൊരു ഡിമാൻഡ് സോൺ ആവണം, അതല്ലെങ്കിൽ ഇതൊരു അക്യുമുലേഷൻ സോൺ ആവണം. ഈ അക്യുമുലേഷൻ സോൺ ആവുന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു പ്രൈസിൽ വെച്ച് ഇതിനു മുമ്പ് സമാനമായൊരവസ്ഥയിൽ ഇതേ ആക്ഷൻ ഉണ്ടായി കാണണം. കണ്ടോ, എക്സാക്റ്റ് ഇതേ അവസ്ഥയിൽ പ്രൈസ് താഴെ വന്നു, ഇവിടെ വന്ന് റിജക്ഷൻ, ഇവിടെ നിന്നൊരു പുൾ ബാക്ക് കിട്ടി, താഴെ വന്നു, പുൾ ബാക്ക് കിട്ടി, താഴെ വന്നു, പുൾ ബാക്ക് കിട്ടി. അപ്പോൾ ഇതൊരു മേജർ ലെവല് ആണെന്ന് ഈ ഒരു ദിവസം ട്രേഡ് ചെയ്ത ഒരാൾ മനസ്സിലാക്കി. ഇവിടെ അങ്ങനെ ഒരു സോൺ ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? പിന്നീട് ഇതുപോലെയുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കി പ്രൈസ് വീണ്ടും നമുക്ക് ഇവിടെ എത്തുമ്പോൾ അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ സോണുകൾ വീണ്ടും ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തേക്കാം. എക്സാക്റ്റ് നമുക്ക് ഇവിടെ നിന്നൊരു പുൾ ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുൾ ബാക്ക് കിട്ടി, അപ്പോൾ ഒരു ട്രെൻഡായിരുന്നു, ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയ രീതിയിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. എക്സാക്റ്റ് അവിടെ വെച്ച് ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഈ പ്രീവിയസ് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ്, ഇതുവരെ ഉണ്ടായിരുന്ന ട്രെൻഡിന് ഒരു റിവേഴ്സൽ സംഭവിച്ചു. എക്സാക്റ്റ് ഈ ഒരു പോയിന്റിലാണ് എങ്കിൽ ഈ ഒരു വിക്കിൻ്റെ, ഞാൻ കുറച്ചും കൂടി സൂം ചെയ്യാം, ഈ ഒരു വിക്കിൻ്റെ വിക്കിൻ്റെ ലോ ഇത് തന്നെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ച് വേണം നമ്മളൊരു ബൈ എൻട്രി എടുക്കാൻ. ഈ വിക്കിൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ബൈ എൻട്രി എടുക്കാൻ. ഇതുപോലെ തന്നെ ഹയർ സൈഡിലേക്ക് നമ്മൾ ഇതേ രീതി ആപ്ലിക്കബിൾ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു പ്രൈസ് ആക്ഷൻ, ഒരു പ്രൈസിനെ ഐഡന്റിഫൈ ചെയ്ത് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അത്ര എളുപ്പമല്ല, നമ്മളിത് കാത്തിരിക്കണം. ഒരു ഇര പിടിക്കുന്ന പോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് മാത്രമാണ് നമുക്ക് ഒരു ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് വളരെയധികം പേഷ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് മാത്രം അപ്ലൈ ചെയ്യുക. വിത്ത് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് അനുസരിച്ച് ആദ്യം പേപ്പർ ട്രേഡ് ചെയ്യുക. ഒരു സിംഗിൾ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്ത് മാത്രം പരിശീലിച്ച് തുടങ്ങുക. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ മാത്രമാണ്, ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലൊരു ട്രേഡിംഗ് ജേർണി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്